ലോർഡസിൽ നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ അവസാന ദിനം ഇന്ത്യൻ താരം മുഹമ്മദ് സിറാജിന്റെ പുറത്താക്കലിനെ തികച്ചും നിർഭാഗ്യകരമായ എന്ന് വിശേഷിപ്പിച്ച് ചാൾസ് മൂന്നാമൻ രാജാവ്. ചൊവ്വാഴ്ച ക്ലാരിസ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിവരം ഇന്ത്യൻ താരം ശുഭ്മാൻ ഗില്ലിയാണ് വെളിപ്പെടുത്തിയത്. UK-യിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം സാരാഭായി, ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ സുജിത് ലോകേഷ്, കോൺഗ്രസ് രാജ്യസഭ MPയും BCCI വൈസ് പ്രസിഡന്റുമായ രാജീവ് ശുക്ല, സെക്രട്ടറി ദേവ്ജിത്ത് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇംഗ്ലണ്ടിന്റെ ആദ്യ T20 പരമ്പര വിജയം നേടിയ ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ വനിതാ ടീം 3-2 വിജയിച്ച ശേഷം ഏകദിന പരമ്പരയ്ക്കുള്ള ഒരുക്കത്തിലാണ്. അതേസമയം ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പുരുഷ ടീം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 3 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 2-1 പിന്നിലാണ്. ലോർഡ്സ് ടെസ്റ്റിന്റെ 5ാം ദിനം മുഹമ്മദ് സിറാജ് അസാധാരണമായ രീതിയിൽ പുറത്തായതിനെ കുറിച്ച് ചാൾസ് രാജാവ് തന്നോട് സംസാരിച്ചതായി ശുഭ്മാൻ ഗിൽ അറിയിച്ചു. അവസാന ബാറ്റ്സ്മാൻ പുറത്തായ രീതി വളരെ നിർഭാഗ്യകരമായി പോയെന്ന് അദ്ദേഹം പറഞ്ഞു. ഗിൽ വ്യക്തമാക്കി, പന്ത് പ്രതിരോധിച്ചതിന് ശേഷം അത് ഉരുണ്ട് വിക്കറ്റിലേക്ക് പോയപ്പോൾ സിറാജിന് എന്ത് തോന്നിയിരിക്കുമോ എന്ന് രാജാവ് തന്നോട് ചോദിച്ചതായി ഗിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അത് നിർഭാഗ്യകരമായ മത്സരമായിരുന്നുവെന്നും ഇരു ടീമുകൾക്കും വിജയസാധ്യത ഉണ്ടായിരുന്ന മത്സരമായിരുന്നുവെന്നും അതെ എന്ന് താൻ മറുപടി നൽകിയതായി ഗില്ലി പറഞ്ഞു. അടുത്ത 2 മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും പ്രതീക്ഷയോടെ ടീം അദ്ദേഹവുമായി പങ്കുവച്ചു. ദക്ഷിണേന്ത്യയിലെ ദാരിദ്ര്യം, അസമത്വം, അനീതി എന്നിവ പരിഹരിക്കുന്നതായി ചാൾസ് രാജാവ് സ്ഥാപിച്ച ബ്രിട്ടീഷ് ഏഷ്യൻ ടെസ്റ്റ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം വഹിച്ചത്.